SNC ലാവ്ലിൻ കേസ്. ഈ SNC ലാവ്ലിൻ കേസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അഴിമതിയാണ്. അത്രയല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ? എല്ലാവർക്കും അറിയാം. എന്നാ അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റ്, ഒരു 10 കോടി റുപ്യന്റെ പ്രോജക്റ്റിൽ ഒരു 50 ലക്ഷം റുപ്യ അടിച്ചു മാറ്റുക. ഒരു 100 കോടി പ്രോജക്റ്റിൽ നിന്ന് ഒരു 1.5 കോടി അടിച്ചു മാറ്റുക. ഇതൊക്കെയാണ് അഴിമതി. അടങ്കൽ തുകയുടെ 2%, 3%, 5% അടച്ചു മാറ്റുക. ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ട റാഫേൽ ഇടപാടാകട്ടെ, ബോഫോസ് ഇടപാടാകട്ടെ, അരി കുംഭകോണാകട്ടെ, സ്പിരിറ്റ് കുംഭകോണാകട്ടെ, പിന്നെ കന്നുകാലിത്തീറ്റ കുംഭകോണം, അതാണ് ലാലു പ്രസാദ് യാദവ് അകത്ത് കിടന്നത്. ഇത്തരത്തിലുള്ള ഈ കുംഭകോണങ്ങൾ, അഴിമതികളിലൊക്കെ പറയുന്നത് മൊത്തം അടങ്കൽ തുകയുടെ ഇത്ര % അടിച്ചു മാറ്റിയെന്നതാണ്. എന്നാൽ അങ്ങനെയാണോ SNC ലാവ്ലിൻ? അല്ല. SNC ലാവ്ലിൻ അടങ്കൽ തുക അടക്കം അടിച്ചു മാറ്റപ്പെട്ട ഒരു അഴിമതിയാണ്. മനസ്സിലായോ? മറ്റൊക്കെ അതിന്റെ ചെറുതാ. അടങ്കൽ തുക മുഴുവൻ മെണിങ്ങിയ ലോകത്തിന് ആദ്യത്തെ കേസാണ്. അതാണ് അഴിമതി നടത്തേണ്ടത് എങ്ങനെയെന്നുള്ളത് പിണറായി വിജയൻ നിന്നാണ് പഠിക്കേണ്ടത്. കാരണം ലോകത്ത് അടങ്കൽ തുക അടിച്ചു മാറ്റാൻ കഴിഞ്ഞ ഒരു ഭരണാധികാരിയും ഇല്ല. കേരളത്തിന്റെ ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്ക് നമ്മുടെ കറണ്ട് ഉൽപാദനം പോരാതെ വരുന്നു. ഉൽപാദനം വർദ്ധിക്കുന്നില്ല, ഉപഭോഗം വർദ്ധിക്കുന്നു. അപ്പോൾ കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി കടമെടുത്തും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ വിലക്ക് വാങ്ങിയുമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ലാഭത്തിലായിരുന്ന KSEB നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തും. അപ്പൊ ഇത് പരിഹരിക്കാൻ എന്ത് ചെയ്യണം? ഇത് പരിഹരിക്കാൻ എന്താണ് മാർഗം? കേരളത്തിന്റെ ഊർജ പ്രതിസന്ധിക്ക് പരിഹാരം കാണേണ്ടത് എങ്ങനെ? അതിനെക്കുറിച്ച് വിദഗ്ധമായി പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ CITയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ E. ബാലാനന്ദന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘത്തെ വെച്ചു അന്നത്തെ ഗവൺമെന്റ്. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും വളരെ എഫിഷ്യൻസിയുള്ള വിദഗ്ധരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഇതേക്കുറിച്ച് സമഗ്രമായി പഠനം നടത്തി, നിരവധി സിറ്റിംഗുകൾ നടത്തി. എന്നിട്ട് സഖാവ് E. ബാലാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റി സർക്കാരിന് അന്വേഷണ റിപ്പോർട്ട് കൈമാറി. ആ റിപ്പോർട്ടിൽ ഇങ്ങനെ പറഞ്ഞത്, ഏറ്റവും കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉണ്ടാക്കുന്ന സംവിധാനം ആണവ വൈദ്യുത നിലയങ്ങളാണ്. പക്ഷേ നമ്മുടെ കേരളത്തിന് അത് പറ്റൂല, ഒരു ജനവാസ കേന്ദ്രത്തിൽ. ഇനി രണ്ടാമത്തെ രീതി എന്താണ്? രണ്ടാമത്തെ രീതി പെട്രോളിയം ഉപോൽപ്പന്നമായ നാഫ്തയോ അല്ലെങ്കിൽ കൽക്കരിയോ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന തെർമൽ പവർ സ്റ്റേഷൻ, അതാണ് അടുത്ത വഴി. അതും ജനവാസ കേന്ദ്രമായതുകൊണ്ട് കേരളത്തിന് പറ്റിയതല്ല. എങ്കിൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ. ആ വഴി ചെറുകിട ജലവൈദ്യുത പദ്ധതികളാണ്. പക്ഷേ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ഉണ്ടാക്കണമെങ്കിൽ വലിയ ഉയരത്തിൽ നിന്നും വെള്ളച്ചാട്ടം ഉണ്ടാകുന്ന പ്രദേശങ്ങളാണ് വേണ്ടത്. എന്നാൽ നമ്മുടെ നാട്ടിലെ പല വകുപ്പുകളും ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം അന്താരാഷ്ട്രവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. പണ്ട് വൈൽഡ് ലൈഫ് ആക്ട് ആണ്, ഇപ്പോൾ വേൾഡ് വൈൽഡ് ലൈഫ് ആക്ട് ആണ്. എൻവയോൺമെന്റ് ആക്ട് എന്നത് ഇന്ത്യൻ എൻവയോൺമെന്റ് ആക്ട് വേൾഡ് എൻവയോൺമെന്റ് ആക്ട് ആയി. ട്രേഡ് ആൻഡ് മർക്കൻഡൈസ് ആക്ട് വേൾഡ് ട്രേഡ് ആൻഡ് മർക്കൻഡൈസ് ആക്ട് ആയി മാറി. അതെന്താണ്? അന്താരാഷ്ട്ര വനം പാരിസ്ഥിതിക നിയമത്തിന്റെ പരിധിയിൽ ഇന്ത്യയും വന്നു. അതിന്റെ ഭാഗമായി ഹരിത ട്രിബ്യൂണലും രൂപീകരിക്കപ്പെട്ടു. അതോടുകൂടി കാട്ടിന്റെ ഉള്ളിൽ ഒരു നിർമ്മാണ പ്രവൃത്തിയും പാടില്ല എന്ന നിയമം ലോകതലത്തിൽ നിലവിൽ വന്നു. അപ്പൊ കാട്ടിൽ പോയാലല്ലേ വെള്ളച്ചാട്ടം കിട്ടുള്ളൂ. അപ്പം കാട്ടിന്റെ ഉള്ളിൽ നിർമ്മാണം പാടില്ല. എങ്കിൽ പിന്നെ വൈദ്യുതി എവിടുന്ന് ഉണ്ടാക്കും? അതിന് ബാലാനന്ദൻ കമ്മിറ്റി വെച്ച നിർദ്ദേശം ഇതാണ്. 3 ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ചൂണ്ടിക്കാണിച്ച് ചെങ്കള, പന്നിയാർ, പള്ളിവാസൽ. മനസ്സിലാക്കണം. ചെങ്കള, പള്ളിയാർ, പള്ളിവാസൽ, ഈ 3 ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ
അവിടെ നിന്നുള്ള നിലവിലുള്ള ഉൽപാദന ശേഷി 20 ഇരട്ടി വർദ്ധിപ്പിക്കുക. എങ്കിൽ കേരളത്തിന്റെ ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റും. കാട്ടിനുള്ളിൽ പോയി ഒരു വൈദ്യുത പദ്ധതി നിർമ്മിക്കുന്നതിനാണ് എതിര്. നിലവിൽ അവിടെ ഉള്ളതിന്റെ ഉൽപാദന ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളം അനുഭവിക്കുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണണം. ബാലാനന്ദ കമ്മിറ്റിയുടെ ശുപാർശ വമ്പിച്ച ശുപാർശയാണ്. അപ്പൊ ആ ശുപാർശ പ്രകാരം അത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്തുവേണം ഗവൺമെന്റ് അംഗീകരിച്ചു. ഇനി ഗവൺമെന്റിന് അറിയേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ 3 ചെറുകിട ജലവൈദ്യുത പദ്ധതികളുടെ ഉൽപാദന ശേഷി 20 ഇരട്ടി വർദ്ധിപ്പിക്കണമെങ്കിൽ എത്ര രൂപ അടങ്കൽ തുകയായി വരും? രണ്ടാമത്തെ കാര്യം, അതിന് എത്ര സമയം വേണം? മൂന്നാമത്തെ കാര്യം, ഈ പ്രവൃത്തി ചെയ്യാൻ യോഗ്യതയുള്ള മുൻകാല പ്രവൃത്തി പരിധിയുള്ള കമ്പനികൾ എവിടെയെങ്കിലും ഉണ്ടോ? മനസ്സിലായില്ലേ 3 അപ്പൊ ഈ 3 കാര്യങ്ങൾ കണ്ടെത്താൻ ഒരു കൺസൾട്ടൻസിയെ വെക്കാൻ സർക്കാർ അനുമതി കൊടുത്തു. 3 കാര്യം കണ്ടെത്താൻ. ഒന്നുകൂടി പറയാം, ഇതിന് എത്ര തുക വരും? 2, ഇതിന് എത്ര സമയമെടുക്കും? 3, ഈ പ്രവൃത്തി നടത്താൻ മുൻകാല പ്രവൃത്തി പരിചയമുള്ള കമ്പനികൾ എവിടെയുണ്ട്? ഈ 3 കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഒരു കൺസൾട്ടൻസിയെ വെക്കാൻ സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ കൺസൾട്ടൻസിയെ വെക്കാൻ തീരുമാനിച്ചാൽ ഗവൺമെന്റ് അത് വിജ്ഞാപനം നടത്തണം പത്രങ്ങളിൽ അല്ലെങ്കിൽ ഗസറ്റിൽ. എന്നിട്ട് അതിന് ടെൻഡറൈസ് ചെയ്യണം, കൊട്ടേഷൻ വിളിക്കണം. ഇതാണ് സർക്കാരിന്റെ ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിയമ സംവിധാനം. സർക്കാർ ഇതൊന്നും ചെയ്തില്ല. ചെയ്യാതെ ഒരു കൺസൾട്ടൻസിയെ നിയമിച്ചു. ആ കൺസൾട്ടൻസി കേരളത്തിലുള്ളതാണോ? അല്ല. ഇന്ത്യയിലുള്ളതാണോ? അല്ല. ഗൾഫ് നാടുകളിലുള്ളതാണോ? അല്ല. അങ്ങകലെ ലോകത്തിലെ ഭൂവിസ്തൃതിയിൽ 2ാം സ്ഥാനത്ത് കിടക്കുന്ന കാനഡ എന്ന മഹാരാജ്യത്തിന്റെ തലസ്ഥാനമായ ടൊറോണ്ടോ നഗരത്തിലെ പ്രവർത്തിക്കുന്ന SNC ലാവ്ലിൻ എന്ന കമ്പനിയാണ് ഇവർ ഏർപ്പാടാക്കുന്നത്. മനസ്സിലാക്കണം, ഇത് ചെറിയ മീനല്ലവര്. എങ്ങനെ ഇവർ അവിടെ എത്തി? ഇവരക്കിടയിൽ ഒക്കെ ബന്ധമുണ്ടാക്കി കൊടുക്കുന്ന ഇടനിലക്കാരൻ എത്ര ശക്തിയുള്ളവനാണെന്നറിയോ? ഏതാണ് SNC ലാവ്ലിൻ എന്നറിയോ നിങ്ങൾ? വിദഗ്ധമായി നിങ്ങൾ പോയി സെർച്ച് ചെയ്യുക, പഠിക്കുക SNC ലാവ്ലിനെ കുറിച്ച്. ദ ബിഗ് ഡീൽ, ഏറ്റവും വലിയ ഡീൽ അല്ലെങ്കിൽ ഹെവി ഡീൽ. SNC ലാവ്ലിൻ ഏതാ തെരഞ്ഞാൽ കാണുന്ന ഏതാ നിങ്ങൾ? ഇറാഖ് യുദ്ധകാലത്ത് 10 ലക്ഷം കുട്ടികളടക്കം 40 ലക്ഷം മനുഷ്യന്മാരെ കൊന്നൊടുക്കാൻ ആവശ്യമായ ആയുധങ്ങൾ അമേരിക്കൻ സൈന്യത്തിന്, സംയുക്ത സൈന്യത്തിന് ബാഗ്ദാദിൽ എത്തിച്ചു കൊടുക്കാൻ അമേരിക്കൻ ഗവൺമെന്റ് തെരഞ്ഞെടുത്ത കൺസൾട്ടൻസിയുടെ പേരാണ് SNC ലാവ്ലിൻ. കേൾക്കണങ്ങൾ, അത്ര വലിയ ടീമാണ്. ആ ടീമായിട്ടാണ് ഈ പിണറായിക്ക് ലിങ്ക്. നോക്കണങ്ങൾ, ഇത് ചെറിയ സംഗതിയാണോ? ഇവരൊക്കെ ഇനി മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ ശിക്ഷകാലം ജീവിക്കാനുള്ള അവിടെയാണ്, കാനഡയിലായിരിക്കും. നോക്കിക്കോളി. ആരെങ്കിലും എഴുതി വെച്ചോ, ഞാൻ ഉണ്ടാവില്ല എന്ന് അറിഞ്ഞൂടാ. 4-5 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കുറെ സാധനം വിട്ടിന്. കാരണം ഇവരെ വേരുകൾ, ഇവരുടെ പണമൊക്കെ കിടക്കുന്ന അവിടെയാണ്. എന്നിട്ട് എത്രയോ കോടി രൂപക്ക് കൺസൾട്ടൻസി വർക്ക് ഇവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഇവർ 3 കാര്യത്തിൽ ഉത്തരം പറയണം. 3 കാര്യത്തിൽ ഉത്തരം തന്നു. ഒന്ന്, എത്ര രൂപ വരും? 374.5 കോടി. കൊല്ലേതാ നോക്കണം, 2006. അന്നത്തെ 374.5, ഇന്ന് 3740.50. കൊല്ലത്രയും നോക്കും, 10, 18, 19 കൊല്ലം മുമ്പാ അല്ലേ? 96, സോറി, 96 ഇങ്ങോട്ട് കൂട്ടി വയ്ക്കണേ. അപ്പൊ എത്രയായി? 28 കൊല്ലായി. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ഒന്ന് തുക 374.50 കോടി. ഇനി രണ്ടാമത്തെ ഡ്യൂറേഷൻ 20 മാസം. മൂന്നാമത്തത് ഈ പ്രവൃത്തി ചെയ്യാൻ മുൻകാല പ്രവൃത്തി വരികയുള്ള കമ്പനി ഏതാണെന്ന് അടുത്ത ചോദ്യം. ആ സ്ഥാനത്തുള്ള പേരാണ് ഏറ്റവും വലിയ രസകരം, SNC ലാവ്ലിൻ.
കൺസൾട്ടൻസി എന്നെ പറയാണ് ഇത് നടത്താൻ പറ്റിയ മികച്ച കമ്പനി ആരാ? അത് ഞങ്ങൾ തന്നെയാണ്. ആണ്ടി പറയുന്നു ഏറ്റവും വലിയ അടിക്കാരൻ ആരാണ്? ആണ്ടി. ഇത് പറയുന്ന ആരാ? ആണ്ടി എന്ന് പറഞ്ഞ പോലെ നമ്മളെ കുട്ടികൾക്ക്, നമ്മളൊരു മോക്ക് ഒരു പുയാപ്പിളിനെ അന്വേഷിക്കാൻ വേണ്ടി ഒരു ബ്രോക്കർ 500 റുപ്യം കൊടുത്ത് വിട്ട്, ഓൻ 15 ദിവസം കഴിഞ്ഞിട്ട് പറയാ എന്ന്, എന്താ ഈ പുയാപ്പിളിനെ കിട്ടുക? നിങ്ങളെ മോക്ക് ഒരു പുയാപ്പിളിനല്ലേ നോക്കാൻ എന്നോട് പറഞ്ഞത്? അത് ഞാൻ കണ്ടുപിടിച്ചില്ല, ഞാൻ തന്നെ എന്ന് പറഞ്ഞ എന്തോ സ്ഥിതി. ഒരു ബ്രോക്കർ പറയാ ഞാൻ തന്നെ, അതൊരു തുല്യാണ്. എന്നിട്ട് ഇവര് പറയുന്ന തുക, ഇവര് പറയുന്ന സമയം, ഇവർക്ക് പ്രവൃത്തി കൊടുക്കണം. എത്ര ഉറുപ്പ്യ? 374.5 കോടി ഉറുപ്പ്യ. ഒരു ടെൻഡറും ഇല്ല. ഒരു കൊടുവള്ളി നഗരസഭയിലെ മജീദ് മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ചെറിയ ഡ്രൈനേജിന്റെ ഒരു വർക്ക് വന്നാൽ അതിന്റെ പ്രവൃത്തി കൊടുക്കുന്ന രീതികൾ എങ്ങനെയാണ്? പഞ്ചായത്ത് രാജ് ചട്ടങ്ങൾ എന്തിന് നടന്ന പുസ്തകമുണ്ട്, അടുത്ത് വായിച്ചു നോക്കി. പദ്ധതിയിൽ അത് ഉൾപ്പെടുത്തി അതിന് ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോകണം. അടങ്കൽ തുക നിശ്ചയിക്കാൻ അതിന്റെ ടെക്നിക്കൽ വിങ്ങിൽ എഞ്ചിനീയർമാർ വരണം. വന്ന് തുക നിശ്ചയിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോയി പാസ്സാക്കി വിജ്ഞാപനമാക്കണം. അതിലേക്ക് ഫണ്ട് വെക്കണം, കൊട്ടേഷൻ ക്ഷണിക്കണം. കൊട്ടേഷനിൽ ഒരാളെ വന്നിട്ടുള്ളൂ ടെൻഡർ ഇടാൻ, ക്യാൻസൽ ചെയ്യണം. വീണ്ടും വിളിക്കണം, വീണ്ടും ഒരാളെ വന്നുള്ളൂ, ക്യാൻസൽ ചെയ്യണം. 10 വട്ടം ഒരാളാണെങ്കിൽ ക്യാൻസൽ ചെയ്യണം. ഒന്നിലധികം ആളുകൾ വരണം. എന്നിട്ട് എന്തൊക്കെ നോക്കും? ഇവർക്ക് പ്രവൃത്തി എടുക്കാൻ യോഗ്യത ഉണ്ടോ നോക്കണം. ഇവന്റെ മുൻകാല പ്രവൃത്തി പരിചയം, ഏതൊക്കെ പണി എവിടെയെങ്കിലും വഴിയിലിട്ട് പോയ വിദ്വാനാണെന്നുള്ള പരിശോധിക്കണം. അങ്ങനെ പല മാനദണ്ഡങ്ങളും വെച്ചിട്ടാണ് 25,000 റുപ്യന്റെ പ്രവൃത്തിക്ക് പോലും ഭരണസമിതി അംഗീകാരം നൽകുന്ന നിയമ സംവിധാനമാണ് ഇവിടെ നിലവിലെങ്കിൽ 374.5 കോടി റുപ്യയുടെ ഒരു പ്രവൃത്തി ഒരു ടെൻഡറും ഇല്ല, ഒരു കൊട്ടേഷനും ഇല്ല, അണ്ട് കൊടുക്കുകയാണ്. അതും വിദേശ കമ്പനിക്ക് വിദേശത്തെ കമ്പനി കൊടുക്കുമ്പോൾ വിദേശകാര്യ വകുപ്പ് അറിയണ്ടേ? അറിയില്ല. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം അറിയണ്ടേ? അറിയില്ല. കാനഡയിലുള്ള ഇന്ത്യൻ എംബസി അറിയണ്ടേ? അറിയില്ല. ഇന്ത്യയിലുള്ള കനേഡിയൻ എംബസി അറിയണ്ടേ? ഒന്നും അറിയില്ല. അറിയുന്ന ആളാ പിണറായി വിജയനും ഈ എസൻഷ്യൽ ലാബിനും കമ്പനി മാത്രം. ആരിതൊന്നും അറിയുന്നില്ല. കൊടുത്തു. ഈ വർക്ക് കിട്ടിയതിന്റെ പാരിതോഷികമായി എന്തോ 1-2 കോടി റുപ്യ തലശ്ശേരി ക്യാൻസർ സെന്ററിന് കിട്ടിയെന്നാണ് ഇവർ അഭിമാനമായിട്ട് പറഞ്ഞത്. എസൻഷ്യൽ ലാബിനെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മളെ തലശ്ശേരി ക്യാൻസർ സെന്ററിന് 1-2 കോടി രൂപ ഇവർ തന്നില്ല. ഏത് 374.5 അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ 1.5 കോടി വാങ്ങണത്. കേൾക്കണങ്ങള്. ലാസ്റ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച് ഏറ്റെടുത്ത ദൗത്യം വിജയകരമാണെങ്കിൽ മാത്രമാണ് അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് സർക്കാർ ഫൈനൽ ഫണ്ട് കൊടുക്കൂ. പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ മുള്ളു പൈസയും കൊടുത്തു. എസൻഷ്യൽ ലാബിനും കായും വാങ്ങി ഇവിടുന്ന് തടിയെടുത്തു. ആരും ഒന്നും അറിഞ്ഞില്ല. ഇവിടെ ലീഗോ കോൺഗ്രസോ പ്രതിപക്ഷമോ കൊണ്ടുവന്ന ആരോപണമല്ലത്. നമുക്കൊന്നും മനസ്സിലായില്ല. ആ പണി കഴിഞ്ഞോ, പ്രവർത്തിച്ചോ, ആർക്കും ഒന്നും തിരിയില്ല. കാട്ടിൻ്റെ ഉള്ളിലല്ല നടക്കൽ. കാരണം പുറത്ത് ആരും അറിഞ്ഞിട്ടില്ല. ഇവിടെ ഈ ഡീല്, ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു പരസ്യം, വിജ്ഞാപനമൊക്കെ ഉണ്ടെങ്കിൽ മനുഷ്യൻ ഇതൊക്കെ രഹസ്യമായിട്ട് ആരും അറിയില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വകാര്യമായിട്ട് നടന്നത്. അവസാനം സംസ്ഥാനത്തിന്റെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG അവരാണ് കണ്ടെത്തിയത്. അവർ ചോദിച്ചു 374.5 കോടി എന്തിന് ചെലവഴിച്ചു? ഈ 3 ചെങ്കള, പന്നിയാർ, പള്ളിവാസൽ 3 ചെറുകിട ജലവൈദ്യുത പദ്ധതികളിലെ നിലവിലുള്ള ഉൽപാദന ശേഷി 20 ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നതിനാണ് 374.5 കോടി അനുവദിച്ചത്. ശരി, പ്രവൃത്തി നടന്നപ്പോൾ 20 ഇരട്ടി വൈദ്യുതി ഉൽപാദനം വർദ്ധിച്ചോ? ഇല്ല. 15 ഇരട്ടി വർദ്ധിച്ചോ? ഇല്ല. 10 ഇരട്ടി വർദ്ധിച്ചോ? ഇല്ല. 5 ഇരട്ടി? ഇല്ല. 3 ഇല്ല. 2 1 ഇരട്ടി. നിലവിലുള്ളത് അവിടെ ഉണ്ടോ? അതും ഇല്ല. നിലവിലുള്ള വൈദ്യുത ഉൽപാദന ശേഷി 14% കുറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 374.5 എന്ന അടങ്കൽ തുക അത് മൊത്തം പോയി. ഇനി നിലവിൽ അവർ ഉൽപ്പാദിച്ചു കൊണ്ടിരുന്ന വൈദ്യുതി ഉണ്ടല്ലോ, അതിൽ 14% ഷോർട്ടാ.
ആ 14% ഷോർട്ട് സ്റ്റേറ്റിനുണ്ടാക്കിയ നഷ്ടം ഈ CAG പറഞ്ഞു എനിക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത് എത്ര പൂജ്യം ഇടണം എന്ന് എനിക്ക് നിശ്ചയില്ല അതിൽ എഴുതി വെച്ച. കാരണം ഒരു ദിവസം 3 ഈ ജലവൈദ്യുത പദ്ധതികളുടെ ഉൽപാദന ശേഷി ദിവസം 14% കുറഞ്ഞാൽ ഉള്ള ലോസ് ലക്ഷങ്ങളാ. അത് 96 തൊട്ട് ഇങ്ങോട്ട് കണക്കൂട്ടി വയ്ക്കുക നിങ്ങൾ. അതുകൊണ്ടാണ് ഈ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട കേസ് എവിടെ പോയാലും ഈ അടങ്കൽ തുക മൊത്തം പോയതുമായി ബന്ധപ്പെട്ട് അതിന് കാർമ്മികത്വം വഹിച്ചത് ആരാണെങ്കിലും അവർ കുടുങ്ങും. അതുകൊണ്ടാണ് CBI കോടതി നിങ്ങൾ നിൽക്കണം അറിയില്ല എത്ര 40 വട്ടത്തെ മാറ്റിവെച്ച്. ഞാനൊരു ടെലിവിഷൻ ചർച്ചയിൽ ചോദിച്ചു, BJPയുടെ പ്രതിനിധി ഷാബു പ്രസാദിനുണ്ട്. ഷാബു ചേട്ടാ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ആ ഷാഫി സാഹിബ് നിങ്ങൾ ചോദിച്ചോളൂ. ഈ ലാവ്ലിൻ കേസിന്റെ വിധി നമ്മൾ രണ്ടാളും മരിക്കുന്നതിന് മുമ്പ് വരാൻ സാധ്യത സംഭവിച്ചു? ഒരു സാധ്യതയില്ല. അറിയാതെ പറഞ്ഞു പോയതാ. BJPക്കാരോട് ഞാൻ ചോദിക്കണത്, ഞാനും നിങ്ങളും മയ്യത്താണതിന് മുമ്പ് ഇതിന്റെ വിധി വരാൻ വല്ല സാധ്യത ഉണ്ടോ? യാതൊരു സാധ്യതയില്ല. BJPക്കാരെ സമ്മതിക്കുക. ഞാൻ നോക്കട്ടെ, നമ്മളൊക്കെ കേസപ്പെട്ടാൽ എന്താ ചെയ്യാം? നമ്മൾ കേസ് കൊടുത്താലും നമുക്കെതിരെ ആരെങ്കിലും കേസ് കൊടുത്താലും പണ്ടാറടക്കിയതൊന്നും വേഗം തീർന്നിട്ടണമെന്നല്ലേ ആരായാലും. എന്നാൽ ഈ ലാവ്ലിൻ കേസ് തീരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ പിണറായി വിജയനാ. കാരണം ഇതിന്റെ അന്ത്യം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം, നിയമോപദേശം കിട്ടിയണം. അല്ലെങ്കിൽ ഞാൻ ചോദിക്കേണ്ടത് കേൾക്കുന്നവരോട്, നമ്മളൊക്കെ എന്താ ചെയ്യുക? ഏത് കേസാണെങ്കിലും വേഗം തീർന്നിട്ടാൻ വേണ്ടി അഡ്വാൻസ് പെറ്റീഷൻ കൊടുക്കും കോടതിയിൽ. ഇപ്പൊ ജില്ലാ കോടതിയിൽ നിന്നാണ് തീരുമാനം വേണ്ടെങ്കിൽ ഹൈക്കോടതി പോയിട്ട് അഡ്വാൻസ് പെറ്റീഷൻ കൊടുക്കും. ഈ ജില്ലാ കോടതിയിൽ ഒരു കേസ് കിടക്കുന്നുണ്ട്, ഇത്ര കൊല്ലായി, എന്തെങ്കിലും ഒന്ന് ആക്കി തരണം തന്നെ അവിടെ കൊടുത്താൽ അവിടുന്ന് ഡയറക്ഷൻ വരും. ഇന്നേ വരെ പിണറായി വിജയൻ CBI കോടതി കിടക്കുന്ന ഈ എസൻസി ലാവ്ലിൻ കേസ് എത്രയും പെട്ടെന്ന് വിധി പറഞ്ഞു പറഞ്ഞ് ഒരു അഡ്വാൻസ് പെറ്റീഷൻ സുപ്രീം കോടതി കൊടുത്തുനോ? കൊടുത്തിട്ടില്ല. കൊടുത്താൽ പിണറായി വിജയൻ അബദ്ധ വേഗം വിധി വരും.